അതിന്റെ ഭാഗമായിട്ടായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടാവും. നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിന് അംഗീകാരമുണ്ടോ എന്ന്. ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പം UG കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പല ആളുകൾക്കുണ്ട്, പല സ്വപ്നങ്ങളായിരിക്കും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇപ്പൊ ഇതിന്റെ ഒരു സാധ്യത എന്താണ്? ഹലോ എവ്രിവൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ദിസ് ഇസ് സുധർമ്മ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2026 ഓഗസ്റ്റ് സെഷനിലേക്കുള്ള UG PG ഓൺലൈൻ കോഴ്സുകളുടെ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നിരവധി എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. സോ ടുഡേ ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന MUA കോളേജ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകൻ ആബിദ് സർ ആണ്. വെൽക്കം സർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2026 ഓഗസ്റ്റ് സെഷനിലേക്കുള്ള ഓൺലൈൻ UG PG കോഴ്സുകളിലേക്കുള്ള അതിന് അപേക്ഷ കൊടുത്ത് തുടങ്ങാം വിദ്യാർത്ഥികൾക്ക് അല്ലെ. അപ്പൊ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഓൺലൈൻ കോഴ്സുകളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ആദ്യം നമുക്കൊരു വലിയ ഡിഫറൻസസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. പല വിദ്യാർത്ഥികൾക്കും പലർക്കും അറിയില്ല ഇതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ വ്യത്യാസം എന്താണ്, ഇതെങ്ങനെയാണ് തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സർ അതിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ കാര്യം പറയുന്നതിന് മുമ്പ് റെഗുലറും ഡിസ്റ്റൻസും എന്താണെന്ന് വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റെഗുലർ എന്ന് പറയുന്നത് നമ്മൾ സാധാ കോളേജിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, ഈ രീതിയാണ്. അതിനപ്പുറത്തേക്ക് ഡിസ്റ്റൻസിലേക്ക് വന്നു. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പരീക്ഷ യൂണിവേഴ്സിറ്റി പറയുന്ന സ്ഥലത്ത് പോയി പരീക്ഷ എഴുതുന്നു. ക്ലാസ് അതിന്റെ ചിലപ്പോൾ ചില ട്യൂഷൻ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാകും. ക്ലാസ് ലഭ്യമായി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അസൈൻമെന്റ് മറ്റു കാര്യങ്ങൾ അതിന്റെ സെന്ററിൽ പോയി സബ്മിറ്റ് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഓൺലൈൻ ഡിഗ്രി ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. കൊറോണയ്ക്ക് ശേഷം ഓൺലൈന് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് പല യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരെ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളൊക്കെ നൽകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓൺലൈനിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. എക്സാം ഓൺലൈനിലോ ഓഫ്ലൈനിലോ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ലഭ്യമാണ്. എന്നാൽ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ക്ലാസ്സും പരീക്ഷയും ഓൺലൈൻ മോഡ് മാത്രമുള്ളതും ഉണ്ട്. അതായത് സ്ട്രീം എയും ബിയും അല്ലെ, 2 സ്ട്രീമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഒന്നാമത്തെ സ്ട്രീം എ. സ്ട്രീം എയില് നമുക്ക് ക്ലാസ്, അതിന്റെ അസൈൻമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈനിലും, പരീക്ഷ ഓഫ്ലൈൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ വെച്ചിട്ടായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കാം. അവിടെ നമ്മൾ പരീക്ഷ എഴുതുന്നു. ഇതിന്റെ രണ്ടാമത്തെ സ്കീമുണ്ട്. അതിൽ പറയുന്നത് ക്ലാസ്, അസൈൻമെന്റ്, അസസ്മെന്റ് കാര്യങ്ങളും എക്സാമും ഓൺലൈനിലായിരിക്കും. ഓക്കെ, ഇതാണ് 2 സ്കീമും തമ്മിലുള്ള വ്യത്യാസം. സ്കീം ബിക്ക് ഫീസ് ആദ്യത്തെ സ്കീമിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് കോഴ്സുകൾ പറഞ്ഞല്ലോ. ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് അല്ലെ, കമ്പാരിറ്റീവ്ലി മലബാർ മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാം. എങ്കിലും കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വ്യത്യസ്തമാവുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. 5 ജില്ലകൾക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ മുൻപ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കാലിക്കറ്റ്. കാലിക്കറ്റിൽ ഡിസ്റ്റൻസ് ഒഴിവാക്കിയ സമയത്ത് തന്നെ പല ആളുകളും കാലിക്കറ്റ് ഡിസ്റ്റൻസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പല ഇന്റഗ്രേറ്റഡ് വിദ്യാഭ്യാസം, മതപഠനത്തോടൊപ്പം അല്ലെങ്കിൽ മറ്റു പഠനത്തോടൊപ്പം അല്ലെങ്കിൽ CMA പോലുള്ള കോഴ്സുകളോടൊപ്പം ഡിഗ്രി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഓപ്ഷനായിരുന്നു കാലിക്കറ്റിന്റെ ഡിസ്റ്റൻസ്. അപ്പം അത് നിർത്തലാക്കിയതോടുകൂടി ഈ ഒരു അവസരം ഇല്ലാതായി. അവർക്കുള്ള ഒരു ഓപ്ഷനായിട്ട് ഇതിനെ നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ
മുൻപ് പഠനം നിർത്തിപ്പോയ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് പഠനം നിർത്തിയ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പഠനം നിർത്തിയായ ആളുകളുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഫാമിലി മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ നിർത്തിയവർക്ക് ഡിഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അവർക്ക് അന്നൊരു സ്വപ്നം ഉണ്ടായിരിക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അന്ന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ല. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് കേട്ട് നിങ്ങൾക്ക് തന്നെ പരീക്ഷ കോളേജിൽ പോയിട്ട് എഴുതാനുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഡിഗ്രി പ്രോഗ്രാമും 6 PG പ്രോഗ്രാമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നത്. ഒന്ന് BA ഹിസ്റ്ററിയും BA സോഷ്യോളജിയുമാണ് ഡിഗ്രി. PG പ്രോഗ്രാമുകളായിട്ട് BA എക്കണോമിക്സ്, MA എക്കണോമിക്സ്, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MCOM, BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അങ്ങനെ 8 കോഴ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാവിയിൽ MBA തുടങ്ങാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു അവസരമാണ്. ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ഇയർ പ്രോഗ്രാമാണ്, ഹോണേഴ്സ് പ്രോഗ്രാം ആയിട്ടാണ്. അപ്പൊ ഈ ഹോണേഴ്സും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 വർഷത്തെ പ്രോഗ്രാമാണ്. എന്നാൽ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് 3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ക്ലോസ് ചെയ്യണം, ഇവിടുന്ന് എക്സിറ്റ് ആവണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ആവാനുള്ള ഓപ്ഷന് ഇവിടെ ലഭ്യമാണ്. ആ വിദ്യാർത്ഥിക്ക് ഇപ്പോഴുള്ള 3 ഇയർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. 4ാമത്തെ വർഷം കടന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്താൽ ഹോണേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. അതിൽ തന്നെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇവരിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന UG കോഴ്സുകൾ 4 വർഷ ഡിഗ്രി. പക്ഷെ ആ വിദ്യാർത്ഥിക്ക് ഒരു സമയത്ത് 3 വർഷം കഴിഞ്ഞിട്ട് നിർത്തണമെന്ന് എക്സിറ്റ് ആവണം തോന്നിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. വിദ്യാർത്ഥിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. ഓക്കെ, അങ്ങനെയാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകത ഉള്ളത്, നിലവിൽ ഡിസ്റ്റൻസിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഏതെങ്കിലും കോളേജിൽ സീറ്റ് വേക്കന്റ് ഉണ്ടെങ്കിൽ റെഗുലർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അത് വലിയൊരു അവസരമാണ്. ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ മറ്റു സെമസ്റ്ററുകളിൽ റെഗുലർ മോഡിലേക്ക് കോളേജിൽ പോയിട്ട്, നമ്മളെ അടുത്തുള്ള കോളേജിൽ പോയിട്ട് സെയിം കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കറന്റ് സ്റ്റാർട്ട് ചെയ്ത ബാച്ചിനുണ്ട്. അതേപോലെ നിലവിൽ പഠിച്ചുകൊണ്ട് റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും സമയത്ത് ഓൺലൈനിലേക്ക് മാറണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഇതിൽ നൽകുന്നുണ്ട്. നല്ലൊരു അവസരമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഓൺലൈൻ ടു ഓഫ്ലൈൻ കൺവേർഷനും ഓഫ്ലൈൻ ടു ഓൺലൈൻ കൺവേർഷനും കൂടി ഉണ്ട്, നടക്കുന്നുണ്ട്. സെമസ്റ്റർ വൈസ് ആണോ സർ? സെമസ്റ്റർ വൈസ് ആണ്. 6 സെമസ്റ്റർ ആണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. 6 സെമസ്റ്റർ കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത 6 സെമസ്റ്റർ, അങ്ങനെ 8 സെമസ്റ്ററിന്റെ ആണ് ഡിഗ്രി പ്രോഗ്രാം. 4 സെമസ്റ്റർ ആണ് PG പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു UGC അംഗീകൃതമായിട്ടുള്ള കോഴ്സ് തന്നെയല്ലേ ഇത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുൻപ് ഡിസ്റ്റൻസിന്റെ അംഗീകാരം നിർത്തലാക്കിയിരുന്നു. ഇപ്പോൾ കാലിക്കറ്റിൽ ഓൺലൈൻ ഡിഗ്രിക്ക് അംഗീകാരം കിട്ടിയതിനു ശേഷമാണ് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ചിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഒരു അക്കാദമിക് ഇയറിന്റെ ലാസ്റ്റിലാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയത്. അപ്പോഴാണ് അവർക്ക് അംഗീകാരം കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 4 PGയും 2 ഡിഗ്രി ആയിരുന്നു. അതിലേക്ക് അഡീഷണൽ ആയിട്ട് MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും MCOM ഈ വർഷം അംഗീകാരം കിട്ടിയതാണ്. PG കോഴ്സ്. ഇനി അംഗീകാരം കിട്ടുന്ന മുറക്ക് ഞാൻ അന്വേഷിച്ച സമയത്ത് BCom പോലുള്ള പല കോഴ്സുകളും തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. UGCയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംശയമുണ്ട്. പല ആളുകളും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതിന് അംഗീകാരം ഉണ്ടോ എന്നുള്ളത്. UGCയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രമേ യൂണിവേഴ്സിറ്റികൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ നമ്മളൊരു ഇപ്പം സാർ 2 പ്രധാനപ്പെട്ട കോഴ്സുകൾ പറഞ്ഞു, UG ആണെങ്കിലും PG ആണെങ്കിലും. ഇപ്പൊ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നു. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത്. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത്. അതിന്റെ ആഡ് കോപ്പി ഒന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അപേക്ഷാ സമർപ്പണ സമയത്ത് നമ്മളെ കയ്യിൽ നമ്മളെ TC വേണം. നമ്മൾ മുൻപ് പഠിച്ച സ്ഥാപനത്തിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ഏത് ഡിഗ്രി പഠിക്കുകയാണെങ്കിലും അവർക്ക് വേണ്ട ഒരു ID ആണ് ABC ID, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID എന്ന് പറയുന്നത്. ഈ ID നിർബന്ധമാണ്. കൂടെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ DEB ID വേണം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ID. ആ ID നിർബന്ധമായിട്ട് വേണം. പിന്നെ നമുക്ക് ആധാർ നമ്പർ വേണം. പക്ഷെ കാലിക്കറ്റിൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫോറിൻ ആയിട്ടുള്ള ആളുകൾക്കും ഇത് പഠിക്കാം. എങ്ങനെ? ഓൺലൈൻ പരീക്ഷ, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് ആധാർ ID ഉണ്ടായിരിക്കില്ല. അവർക്ക് പാസ്പോർട്ട് നമ്പർ കൊടുത്താൽ മതി.
ഓഹോ. അങ്ങനെ കൂടി ഒരു ഓപ്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയവർക്ക് ഈ ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ നമ്മളെ മുന്നിലുണ്ട്. അതിന് കൂടെ തന്നെ നമ്മളെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ +2 മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ PGക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് വേണം. ഇതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഇതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അതിന്റെ ഹാർഡ് കോപ്പികൾ എവിടെയും എത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം പുറമേ നിൽക്കുന്ന, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി വേറെ വല്ല കോഴ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇതേ ഓൺലൈൻ ത്രൂ നമുക്ക് ചെയ്യാനുള്ള ഡിഗ്രി ചെയ്യാനുള്ള PGക്കും ഇത് ഈ പറഞ്ഞ ആധാർ ഇല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പല കാലങ്ങളിലും പല നാട്ടിലും പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നൊരു ഒരു പെൺകുട്ടി എനിക്ക് കോൾ ചെയ്തിരുന്നു. ആ പെൺകുട്ടിയുടെ ഉപ്പ സർവീസിൽ നിന്ന് വിരമിച്ചതാണ്. പറഞ്ഞാല് +2 പ്രീ ഡിഗ്രി ആയിരിക്കും യോഗ്യത ഉള്ളത് തോന്നുന്നു. അങ്ങനെ ഉപ്പാക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പേ ഡിഗ്രി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇതിന്റെ സാധ്യത എന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു അവസരമാണ്. അങ്ങനെ ആ കുട്ടി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ എൻ്റെ ഉപ്പാനെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. 60 വയസ്സായ ആള്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ UG PG കോഴ്സ് ഉള്ളത്. ഇതിപ്പം UG കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ +2. ഒബ്വിയസ്ലി ഡിഗ്രി, PGക്ക് ഡിഗ്രി. ഇതിപ്പോ നമ്മളിപ്പം സോഷ്യോളജി ആണെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്ട് ആണെങ്കിൽ പറയുന്നത് +2 ഏത് സ്ട്രീം എടുത്താലും അവർക്ക് ചെയ്യാവുന്ന. അത് PGയിലേക്ക് വരുമ്പോഴും പക്ഷെ MCOMന് ചിലപ്പോൾ BCom നിർബന്ധമായിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം സർ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ 6 മന്ത് കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രീം Aയും Bയും തരത്തിൽ തന്നെയല്ലേ ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് അത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏത് സ്ട്രീമാ എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യും. ഓക്കെ. ആ ചൂസ് ചെയ്താൽ അതിനനുസരിച്ചായിരിക്കും എക്സാമിന്റെ സമയമാകുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനും. ഓൺലൈൻ എക്സാമിനേഷൻ ഫീസും കൂടുതലാണ്. ഓക്കെ ശരി. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി ജോയിൻ ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം, ഇവരുടെ ഒരു മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായിരിക്കും? ലൈക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇവർക്ക് യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു LMS ഉണ്ട്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അതിലൂടെ ഓൺലൈനായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് സ്റ്റഡി മെറ്റീരിയലും അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയലും ഈ ഓൺലൈൻ ക്ലാസ്സും എടുത്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ അപ്പം ഡിജിറ്റൽ ഫോമിലാണ്. അവർക്കപ്പം ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കുന്ന പരിപാടി? പ്രത്യേകമായിട്ട് LMS ഫീസ് തന്നെ ഈ ഫീസിന്റെ കൂടെ ഒരു വിദ്യാർത്ഥി നൽകേണ്ടതുണ്ട് അഡ്മിഷൻ സമയത്ത്. ആ ഓരോ സെമസ്റ്ററിലും LMS ഫീസ് ഉണ്ട്. ഇതിനിങ്ങനെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ അതിനെപ്പറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല, പിന്നീട് പറയുമായിരിക്കും. ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ത്രൂ ആയിരിക്കും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് മുൻപ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ത്രൂ ആയിരുന്നു. അതിന് യൂണിവേഴ്സിറ്റിയിൽ അതിനായിട്ട് പ്രത്യേക ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. മുൻപ് ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻക്ക് മുമ്പ് സെന്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളത് ഇപ്പോൾ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിലെന്തായിരിക്കും മെൻഷൻ ചെയ്യുന്നത്? ഈ ഒരു ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ PG അതിനെപ്പറ്റി ഇപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ മുൻപ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉള്ളവർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. യൂണിവേഴ്സിറ്റി പ്രത്യേകം പറയുന്നത് നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ടും ഈക്വൽ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇന്നിപ്പം എല്ലാ സ്റ്റഡികളും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾ വരെ ഡിഗ്രിക്കും റെഗുലറായി പോവുകയാണെങ്കിൽ പഠനം ചിലപ്പോൾ ഓൺലൈൻ ത്രൂ ഇപ്പോഴും പഠിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവിലായിരിക്കും ഈ കാര്യത്തെയും എടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഏതാണ് മോഡ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പം മെൻഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സാർ നമുക്ക് കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞു. ആൻഡ് ഇനിയിപ്പോ ഇതിന്റെ ഒരു സാധ്യത എന്താണ്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഡിഗ്രി
നമ്മൾ എടുത്തു, ഇപ്പൊ PG എടുത്തു കഴിഞ്ഞു, UG എടുത്തു കഴിഞ്ഞാലും കുട്ടികളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലൊന്നും അതൊരു വലിയ തടസ്സം വരില്ല. വലിയ ഓൺലൈൻ എന്നതുകൊണ്ട് പറഞ്ഞാല് 2020 ശേഷം തന്നെ ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ഡിഗ്രിയും PG ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ മാറ്റങ്ങളെ നമ്മളെല്ലാ നാടും ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. Yes. അതിന്റെ ഭാഗമായിട്ടായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. അതെ. ഇഗ്നോ ഓൺലൈൻ ഡിഗ്രിയും ഉണ്ട്, ഓഫ്ലൈൻ ഡിഗ്രിയും ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസിൽ ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ടല്ലോ. അതെ അതെ. അതേ സ്കീമിൽ ഇവിടെ ഓൺലൈൻ മാത്രമാണ് Provide പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പഠനം പാതിവയ്ക്ക് നിർത്തിയ ആളുകൾ ഉണ്ടായിരിക്കും, വീട്ടമ്മമാരുണ്ടായിരിക്കും, പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടാവും. ഇവർക്കൊക്കെ ഒരു വലിയൊരു ഓപ്ഷനാണ് യൂണിവേഴ്സിറ്റി തുറന്നു കൊടുത്തിരിക്കുന്നത്. ആ ഓപ്ഷനിലേക്ക് താല്പര്യമുള്ള ചില ആളുകളൊക്കെ ഇതിപ്പോൾ ഒരു ജോലിക്കപ്പുറത്തേക്ക് ഒരു ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം പല ആളുകൾക്കുണ്ട്, പല സ്വപ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. പറഞ്ഞാൽ വീട്ടിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു ഡിഗ്രി കരസ്ഥമാക്കിയ ജോലിക്കപ്പുറത്തേക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും ഒരു ബിരുദം ഉണ്ട് എന്നുള്ളത് വലിയൊരു ഗുണമാണ്. അതെ അതെ. അറിവ് നേടാൻ നമ്മൾ എല്ലായിടത്തേക്കും പോകണമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്താൽ നല്ലൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷന് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുക. ഈ വരുന്ന സെപ്റ്റംബർ 5 വരെയാണ് അപേക്ഷിക്കാനുള്ള കാലയളവ്. അതിനുള്ളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UG PG ഓൺലൈൻ കോഴ്സുകൾക്ക് അതിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് സെഷനിലേക്കുള്ള. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആബിദ് സർ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കുട്ടികളോടായിട്ട് സാറിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ നമ്മൾ ആ രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനപ്പുറത്ത് നമുക്കൊരു കോഴ്സ് ഏതാണോ ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇപ്പോൾ ഡിഗ്രിക്കാവുമ്പോൾ 2 കോഴ്സ് ഇപ്പോൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. പിന്നീട് ഇനിയും കോഴ്സുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അപേക്ഷ എണീച്ച സമയത്ത് 4 PG മാത്രമാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷ എണീച്ചത്. അത് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടതിന് ശേഷമാണ് 2 ഡിഗ്രി കോഴ്സുകൾക്ക് ഇപ്പോൾ പുതിയ 2 PG കോഴ്സുകളും അടുത്ത് തന്നെ മറ്റു പല കോഴ്സുകളും അപേക്ഷ എണീക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രിയോ PGയോ കരസ്ഥമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റു പല ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.